കുഞ്ഞുനാളിൽ ഒരു അപകടത്തിൽ നഷ്ടപ്പെട്ടതാണ് യൂസഫിന്റെ കാഴ്ച. നീണ്ട 35 വർഷം അയാൾ കാഴ്ചയില്ലാതെ ജീവിച്ചു. ജീവിതത്തിലുടനീളം ഭാര്യ അയാളെ ഒരു കുറവുമില്ലാതെ സംരക്ഷിച്ചു. ഫ്രാൻസിലെ ഒരു വലിയ ഐ കെയർ ഹോസ്പിറ്റലിലേക്ക് കാഴ്ച പരിശോധനയ്ക്കായി പോവുകയാണ് യൂസഫ്. എല്ലാവരെയും യാത്രയാക്കി പുറപ്പെട്ടു. ഫ്രാൻസിൽ വെച്ച് ഒരാൾ അയാളെ കൂട്ടിക്കൊണ്ട് ഹോസ്പിറ്റലിന്റെ വാർഡിലെത്തിച്ചു. നിരവധി ടെസ്റ്റുകൾ നടത്തണമെന്ന് ഡോക്ടർ അദ്ദേഹത്തെ അറിയിച്ചു. അതെല്ലാം ചെയ്യുകയും ചെയ്തു. നിരവധി ടെസ്റ്റുകൾക്ക് ശേഷം ഡോക്ടർ അയാളുടെ ഏജന്റിനോട് ഒരു ശുഭവാർത്ത പറഞ്ഞു. അയാളുടെ റെറ്റിനയ്ക്ക് പ്രശ്നമില്ല. ഒരു മേജർ സർജറിയിലൂടെ ഒരു പക്ഷേ കാഴ്ച തിരിച്ചു കിട്ടാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. ഈ സന്തോഷ വാർത്ത അയാൾ യൂസഫിനെ അറിയിച്ചു. അയാളിൽ ഭയവും ആകാംക്ഷയും ഒരുപോലെ അലട്ടിക്കൊണ്ടിരുന്നു. അങ്ങനെ സർജറി കഴിഞ്ഞു. ആകാംക്ഷ കൊണ്ട് ഡോക്ടറിന്റെ വരവ് കാത്തു നിൽക്കാതെ അയാൾ പതുക്കെ കെട്ടഴിക്കാൻ തുടങ്ങി. ഒരു പ്രകാശം അയാൾ അലസപ്പെടുത്തി. അങ്ങനെ ഒരു ഉറുമ്പിനെ കണ്ടുകൊണ്ട് അയാൾ കാഴ്ച കിട്ടിയെന്ന് തിരിച്ചറിഞ്ഞു. എന്നാൽ അതെന്ത് ജീവിയാണെന്ന് അയാൾക്ക് അറിയില്ല. സന്തോഷം കൊണ്ട് അയാൾ അവിടെയെല്ലാം തുള്ളിച്ചാടി നടന്നു. കണ്ണാടിയിലൂടെ ആദ്യമായി അയാൾ തന്റെ രൂപം തിരിച്ചറിഞ്ഞു. എല്ലാം പതുക്കെ ശരിയായപ്പോൾ അയാൾ നാട്ടിലേക്ക് തന്നെ തിരിച്ചു. വമ്പൻ സ്വീകരണവുമായി ബന്ധുക്കൾ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അയാൾ അത്ഭുതപ്പെട്ടു. അതിൽ കുഞ്ഞുനാളിൽ കണ്ട സ്വന്തം ഉമ്മയെ മാത്രം അയാൾ ആദ്യം തിരിച്ചറിഞ്ഞു. പിന്നെ സമയമെടുത്ത് ഭാര്യയെയും മകളെയും തിരിച്ചറിഞ്ഞു. എല്ലാ പരിപാടികളും കഴിഞ്ഞ് അയാൾ വീട്ടിൽ തിരിച്ചെത്തി. ആ പുതിയ മനുഷ്യനെ കാണാൻ ഭാര്യയ്ക്ക് നാണമായി തുടങ്ങി. തന്നിലെ സൗന്ദര്യം അറിയിക്കാൻ ഭംഗിയുള്ള വസ്ത്രം അണിഞ്ഞു നടന്നു. വിലപിടിച്ച ഈ സമയം അയാൾ അത്ഭുതത്തോടെ ഈ ലോകത്തെ വീക്ഷിച്ചു തുടങ്ങി. കൂടെ അവരോടൊപ്പം ആസ്വദിക്കുകയും ചെയ്തു. നഗരങ്ങളിൽ ചെന്ന് മാറിയ ലോകത്തെ അയാൾ അത്ഭുതത്തോടെ നോക്കിയിരുന്നു. തന്റെ മുന്നിൽ വെച്ച് ഒരു പയ്യൻ പോക്കറ്റ് അടിക്കുന്നത് കണ്ടപ്പോൾ അതെന്താണെന്ന് പോലും അയാൾക്ക് മനസ്സിലാകുന്നില്ല. ഭാര്യ ഇപ്പോഴും അയാളെ പരിചയിക്കുന്നുണ്ട്. താൻ പഠിപ്പിച്ചുകൊണ്ടിരുന്ന സ്കൂളിൽ പോയി നോക്കിയപ്പോൾ താനും ഇതുപോലെയായിരുന്നെന്ന് തിരിച്ചറിഞ്ഞ് ഭയം കൊണ്ട് അയാൾ അവിടെ നിന്നും ഓടിപ്പോകുന്നു. രാപ്പകലുകളില്ലാതെ അയാൾ കാഴ്ചകൾ കണ്ട് നടന്നുകൊണ്ടേയിരുന്നു. വൈകി വന്നത് കണ്ട് എവിടെയായിരുന്നെന്ന് ഭാര്യ ചോദിച്ചപ്പോൾ ഞാൻ കുട്ടിയല്ലെന്നും ദയവ് ചെയ്ത് എന്റെ ഈ അമ്മ കളിയൊന്ന് നിർത്താനും അയാൾ ഭാര്യയോട് ദേഷ്യത്തോടെ പറഞ്ഞു. ഇതവളെ വല്ലാതെ വേദനിപ്പിച്ചു. അയാൾ സോറി പറഞ്ഞെങ്കിലും അത് അവൾക്ക് അംഗീകരിക്കാൻ പറ്റിയില്ല. അയാൾക്കിപ്പോ ആരെയും വേണ്ട. ഒരു ഭ്രാന്തനെ പോലെ അയാൾ അലഞ്ഞു നടക്കുന്നുണ്ട്. മകളെയും കൂട്ടി അവൾ അയാളുടെ ഉമ്മയുടെ അടുക്കൽ പോയി കരഞ്ഞു. നടന്നുകൊണ്ടിരിക്കുന്നതെല്ലാം അവൾ പറഞ്ഞു. മടങ്ങി വന്ന യൂസഫിനെയും കാത്ത് ഉമ്മ നിൽക്കുന്നു. കാര്യങ്ങൾ ചോദിച്ചു നോക്കി. എന്നാൽ അയാൾ പ്രകോപിതനായി. 35 വർഷം ഒരു പരാതിയുമില്ലാതെ നിങ്ങൾക്കിടയിൽ ഒരു പാഴ് ജന്മത്തെ പോലും ജീവിച്ചതല്ലേ ഞാൻ. അതുകൊണ്ട് എനിക്ക് വേണ്ടി നിർമ്മിച്ച ഈ ലോകത്തെ എനിക്ക് ആസ്വദിക്കണമെന്ന് പറഞ്ഞ് അവിടെയുള്ളതെല്ലാം അയാൾ വലിച്ചെറിയാൻ തുടങ്ങി. മകന്റെ ഈ മനോഭാവം കണ്ടപ്പോൾ തന്നെ ഉമ്മ അവിടെ നിന്നു പോയി. പിറ്റേ ദിവസം തന്നെ മാപ്പ് ചോദിക്കാൻ ഉമ്മയെ കാണാനായി പോയി. അപ്പോഴാണ് അറിയുന്നത് അവർ ഹോസ്പിറ്റലിലാണെന്ന്. ഹോസ്പിറ്റലിൽ ചെന്ന് അയാൾ ഉമ്മയെ നോക്കി കരയും. തിരിച്ച് വീട്ടിൽ ചെന്ന് അയാൾ ചെയ്തു കൂട്ടിയതെല്ലാം ആലോചിച്ച് ഭ്രാന്ത് പിടിച്ച് എല്ലാം വലിച്ചെറിഞ്ഞു കത്തിക്കുന്നു. വീടിപ്പോൾ ഒരു ശ്മശാനം പോലെയായിരിക്കും. വലിച്ചെറിഞ്ഞപ്പോൾ കിട്ടിയ തന്റെ ഫോട്ടോയിൽ അയാൾ നോക്കി നിൽക്കുമ്പോൾ കാഴ്ച പതിയെ വാങ്ങുകയും ശേഷം പൂർണ്ണമായി നഷ്ടപ്പെടുകയും ചെയ്യുന്നു. ഇനി തിരിച്ചു കിട്ടാൻ സാധ്യത കുറവാണെന്ന് ഡോക്ടർ പറഞ്ഞു. ഭയം കൊണ്ട് അയാൾ ഓടിപ്പോകാൻ ശ്രമിച്ചു. എല്ലാം ശരിയാകുമെന്ന് അയാളുടെ സഹോദരൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടെ യൂസഫ് കാറിൽ നിന്നിറങ്ങി ഓടും. എവിടേക്കെന്നില്ലാതെ ആൾക്കൂട്ടത്തിനിടയിൽ അയാൾ ഒരു ഭ്രാന്തന് പോലെ നടക്കുന്നു. ഇപ്പോൾ എവിടെ വെച്ചെന്ന് എത്തുകയും അവിടെ വെച്ച് അയാൾ പൊട്ടിക്കരയുകയും ചെയ്തു. തിരിച്ച് വീട്ടിൽ എങ്ങനെയോ എത്തുന്നു. വലിച്ചെറിഞ്ഞ കൂട്ടത്തിൽ പെട്ടുപോയ വിശുദ്ധ ഖുർആൻ അയാൾ തപ്പിയെടുക്കും. അതിന്മേൽ കൈവച്ച് ചെയ്ത തെറ്റുകൾ ചൂണ്ടി പറഞ്ഞ് ഒരിക്കൽ കൂടെ കാഴ്ച തിരിച്ചു തരണമെന്നും ചെയ്തതിനെല്ലാം പ്രായശ്ചിത്തം ചെയ്യുമെന്നും പറഞ്ഞ് അയാൾ ദൈവത്തോട് കേണപേക്ഷിക്കുന്നു.